ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വെള്ളയാണ് ഗൈസ്. ഞങ്ങൾ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി ബീച്ചിലേക്ക് വന്നതാണ്. അപ്പോൾ ബാക്കി വീഡിയോസ് വഴിയെ കാണാം. അപ്പോൾ ഗൈസ്, ഇവിടെ നിന്നാണ് നമ്മളെ ഫസ്റ്റ് കോസ്റ്റ്യൂം ഷൂട്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ തിരൂരൊക്കെ കഴിഞ്ഞ് പോയിട്ട് പൊന്നാനി ആ സൈഡാണെന്നാണ് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് സ്ഥലം പറഞ്ഞു തരാനറിയില്ല. പടിഞ്ഞാറേക്കര അഴിമുഖം ബീച്ച്, അതാണ് ബീച്ചിൻ്റെ പേര്. അപ്പോൾ നമ്മളൊരു 7:30 ആയപ്പോഴേക്കും അവിടെ എത്തി. അതിക്കൂട്ടം ബീച്ച് കണ്ടിട്ട് ഇറങ്ങാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു തീം, ഒരു വൈറ്റും ഒരു ജീൻസ്, ആ ഒരു തീമാണ് ഉദ്ദേശിച്ചത്. ഇതൊക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു പരിപാടിയാണ് കേട്ടോ. അതൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് സെക്കൻഡ് പ്രഗ്നൻസി ആയതുകൊണ്ട് ഫോട്ടോഷൂട്ടുകൾ സത്യം പറഞ്ഞാൽ ആദ്യത്തേൻ്റെ അത്ര ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു വയറും അങ്ങനെ ഒരു ഫോട്ടോഷൂട്ടൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ എന്തായാലും ചെയ്യാം. പിന്നെ ആദ്യക്കുട്ടനും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ. അവൻ്റെ ബേബി ഷവറിൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അവൻ ഒരു ബിഗ് ബ്രദർ ആവാൻ പോകുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാട്ടോ. വളകാപ്പ് പോലെ തന്നെയാണ്, പെട്ടെന്നായിരുന്നു. സ്ഥലമൊക്കെ പോണേൻ്റെ തലേ ദിവസമാണ് നമ്മൾ ഈ ബീച്ചിൽ പോവാം എന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ചത്. അപ്പോൾ പടിഞ്ഞാറേക്കര അഴിമുഖം ബീച്ച് എന്നാണ് ഞാൻ നെറ്റിലൊക്കെ നോക്കിയപ്പോൾ അതിൻ്റെ പേര് കണ്ടത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ ഇവിടുന്ന്, കുറേ പോകാൻ. നമ്മളൊരു 5:30 ആ സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും മീൻസ് ഞങ്ങൾ 3 പേര്, പിന്നെ ആരതി, അനു, ഞങ്ങളിങ്ങനെ ഒന്നിച്ച്. അവർ വേറൊരു കാർ എടുത്തു, അങ്ങനെ പോയത്. അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല, അമ്മ ഇല്ല എന്ന് പറഞ്ഞു. നമ്മൾ ഇത്ര നേരത്തെയും ഒക്കെ ആയതുകൊണ്ട്. പിന്നെ ഫോട്ടോ എടുക്കാൻ വളകാപ്പിന് നമ്മളെ ഫോട്ടോ എടുത്താൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഒഴിഞ്ഞ് കിടക്കുകയായിരുന്നു രാവിലെ നമ്മൾ ചെന്ന സമയത്ത്. നമ്മൾ 7:30 ആയപ്പോൾ എത്തി. പക്ഷേ ബീച്ചിക്ക് ഇറങ്ങാൻ വേറൊരു വഴി ഉണ്ടെന്ന് തോന്നുന്നു. ടിക്കറ്റൊക്കെ എടുത്ത് എന്തോ ഇറങ്ങണ ഒരു വഴി. പക്ഷേ അവിടെ 9 മണിയാവും ഓപ്പൺ ആവാൻ. അപ്പോഴേക്കും എന്താ വെച്ചാൽ നമുക്കിത് കഴിഞ്ഞ് പോരണം, കാരണം വെയിൽ വരില്ലേ. അപ്പോൾ നമ്മൾ വേറൊരു ചെറിയൊരു വഴിയുണ്ട്, അതുവഴിയൊക്കെയാണ് ഇറങ്ങിയത്. എൻ്റെ ഈ ഡ്രസ്സ് സുഡിയോന്ന് എടുത്ത ഡ്രസ്സാണ് തോന്നുന്നു കേട്ടോ. എനിക്കതൊന്ന് കണ്ടപ്പോൾ തന്നെ അങ്ങോട്ട് ഇഷ്ടമായി. പക്ഷേ ഇട്ടിട്ട് ഭംഗിയുണ്ടോയെന്ന് വെച്ചാൽ കുഴപ്പമില്ല. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഈ കോസ്റ്റ്യൂം എനിക്ക് എന്തോ ഒരു ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണോ എന്തോന്ന് അറിയില്ല, ഒരു ചേരാത്ത പോലെ തോന്നി. പക്ഷേ ഫോട്ടോസൊക്കെ ഔട്ടൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആദിക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ കുറേ സിംഗിൾസ് എടുത്തിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഡ്രസ്സ് ഇട്ടിട്ട്. അപ്പോൾ ആ ഒരു തീമിൽ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തു, കുറേ പോസിലെടുത്തു കേട്ടോ. അപ്പോൾ ഇനി വേറൊരു കോസ്റ്റ്യൂം കണ്ട്, അതും അവിടെ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്തൊരു പൈൻ ഫോറസ്റ്റ് പോലൊരു സ്ഥലമുണ്ട്, തൊട്ടപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കുറേ ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും വേറൊരു കോസ്റ്റ്യൂമിന് വേണ്ടി പോകും വേണം. എന്നാൽ 2 കോസ്റ്റ്യൂം 2 സ്ഥലത്ത് നിന്നാവും ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കണ അവൻ തന്നെയാണ് കേട്ടോ ഈ ഒരു സ്ഥലം പറഞ്ഞത്. ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ടൈമാണ് പോണത് അവിടേക്ക്. അങ്ങനെ ആളോ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഈ സൈഡ് ആയതുകൊണ്ട്, ചിലപ്പോൾ ഇതിൻ്റെ തിരക്കുള്ള സൈഡ് വേറെ ഉണ്ടോയെന്ന് അറിയില്ല. ഈ ബീച്ചിൻ്റെ എൻട്രൻസൊക്കെ ഉള്ള കടകളും കാര്യങ്ങളൊക്കെ ഉള്ള. ഞങ്ങൾ ഇറങ്ങിയ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കടയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിൻ്റെ സൈഡിൽ കുറച്ച് ഇതുപോലെ കടൽ തീരത്ത് അങ്ങനെ അവിടെ താമസിക്കണ അവിടുത്തെ ലോക്കൽ ആൾക്കാരുടെ കുറച്ച് വീടുകളുണ്ട്. അതിൻ്റെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ കല്ലിൻ്റെ മുകളിൽ കൂടെ ഒക്കെ കയറി ചാടി ഇറങ്ങിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് എത്തിയത് കേട്ടോ. പിന്നെ നമുക്കങ്ങനെ വെള്ളത്തിലിറങ്ങിയിട്ടുള്ള ഫോട്ടോസ് അധികം എടുക്കാൻ പറ്റിയില്ല, കാരണം ഒന്നാമത് നമുക്ക് അടുത്തൊരു കോസ്റ്റ്യൂം ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതും വെയിൽ വന്നിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ വെള്ളത്തിലിറങ്ങിയിട്ടുള്ളത് ചെയ്യാൻ പറ്റിയില്ല. കുറേ പോസ് ഞാൻ വിചാരിച്ചിരുന്നു. എപ്പോഴും അങ്ങനെയാണ്, നമ്മൾ ഫോട്ടോഷൂട്ടിന് പോകുമ്പോൾ നമ്മൾ കുറേ പോസുകൾ വിചാരിക്കും, പക്ഷെ അതൊന്നും നടക്കില്ല. പക്ഷേ കിട്ടിയ പോസുകൾ കുറേ നല്ലതുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു. പിന്നെ ആദിക്കുട്ടനായാലും നല്ല ബീച്ച് കണ്ടപ്പോൾ വളകാപ്പിൻ്റെ സമയത്തെ പോലെ നല്ല നല്ല ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ സിംഗിൾസും കുറേ കിട്ടി, നമ്മുടെ കൂടെയുള്ള കുറേ ഫോട്ടോസും കിട്ടി. അങ്ങനെ നല്ല ഭംഗിയുള്ള കുറേ ഫോട്ടോസൊക്കെ കിട്ടി. പിന്നെ ഞങ്ങളെല്ലാവരും എല്ലാവരും നിന്നിട്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. ഞാൻ കുറേ പ്രോപ്പർട്ടീസൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞി ഷൂ, പിന്നെ സ്കാനിങ് റിപ്പോർട്ട്, അങ്ങനെ കുറേ ഐറ്റംസ്. അപ്പോൾ അത് ഏത് കോസ്റ്റ്യൂമിലാണ് ഭംഗി ഉണ്ടാവുക എന്നറിയാത്തതുകൊണ്ട് അവൻ പറഞ്ഞു, എന്നാൽ പിന്നെ 2 കോസ്റ്റ്യൂമിൽ എടുത്ത് നോക്കാം. ചിലപ്പോൾ അടുത്ത കോസ്റ്റ്യൂം വേറെ കളറാണ്, അപ്പം ഇനി ഇതിലാണോ ഭംഗി എന്നറിയില്ലല്ലോ. ഇത് ഇനി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും മാറ്റി വന്ന് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ബീച്ചിൻ്റെ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ആൾക്കാരൊന്നും വരാത്ത സൈഡ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. കംപ്ലീറ്റ് വേസ്റ്റും ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങളായിരുന്നു, കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആദ്യക്കൂട്ടം എന്തൊക്കെയാണ് കാണിക്കേണ്ടതെന്ന് അറിയുന്നില്ല കേട്ടോ ഫോട്ടോസ് എടുക്കാൻ. കുറേ ഇതൊക്കെ അവൻ തന്നെ പറഞ്ഞു തരുന്ന കുറേ പോസുകളാണ് കേട്ടോ. ഏറെക്കുറെ വെയിലിങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാനുള്ള ഈ ഒരു കോസ്റ്റ്യൂം ഏറെക്കുറെ നിർത്താം എന്നുള്ളൊരു പ്ലാനിലാണ്, കുറേ ഉള്ളത് കാരണേ. അല്ലെങ്കിൽ പിന്നെ മറ്റേ കോസ്റ്റ്യൂമിൽ തീരെ കിട്ടാതെയാവും.
അപ്പോൾ അങ്ങനെ ഏറെക്കുറെ ചെയ്ത് ഇങ്ങനെ ഇതാ കഴിഞ്ഞ് തീരാനാവുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ആദ്യം അപ്പുറത്ത് ഇങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം വെള്ളത്തിൽ ഇറങ്ങി അതിനൊന്ന് ചെറുതായിട്ടൊന്ന് ഇറക്കി. പിന്നെ അവന് ഡ്രസ്സ് മാറ്റിവെക്കാമല്ലോ എന്നുള്ള തോർത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും സമയം കുറവായത് കാരണം പിന്നെ അവനന്ന് വേറൊരു ഫംഗ്ഷന് പോകാനും ഉണ്ടായിരുന്നു. ഇത് ആരുമേമേൻ്റെ കലാവിരുത് തെളിയിക്കുന്ന പരിപാടി. സ്ലൈറ്റൊക്കെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ എഴുതാനും വരാനുള്ളത് ഈ ഒരു കഴിവ് എനിക്കില്ലാത്തതുകൊണ്ട് കണ്ടോ അപ്പം പിടിച്ചിട്ട് നെറ്റിൽ നിന്ന് അവിടെ നിന്ന് എന്തൊക്കെയോ നോക്കിയെടുത്തിട്ട് എഴുതി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ആദ്യക്കൂട്ടൻ അത് പിടിച്ച് നിൽക്കണത്, നമ്മളങ്ങനെ ബാക്കിൽ ബ്ലറാക്കിയിട്ട് അതിനെ മാത്രം കാണിക്കണത്, ഇങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഫോട്ടോസൊക്കെ എന്താ വെച്ചാൽ ഫോട്ടോസൊക്കെ ഞാൻ സമയത്ത് എടുക്കും, പക്ഷേ ഫോട്ടോസ് ഇടലാണ് പ്രശ്നം. ഫോട്ടോ ഇടാൻ എന്താ വെച്ചാൽ ഇടാൻ നോക്കുമ്പോഴായിരിക്കും അതിൻ്റെ മുമ്പ് എടുത്ത് ഇട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു കുറേ പേരുണ്ടാവില്ല. അങ്ങനെ കുറേ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ട് അതാട്ടോ ലാസ്റ്റ് ആയപ്പോഴേക്കും ആദ്യക്കൂട്ടിനെ ഏറെക്കുറെ ഇങ്ങനെ മടുത്തു തുടങ്ങി. അപ്പോൾ പിന്നെ ആദ്യക്കൂട്ടിനും ചെറിയച്ഛനും ചെറുതായിട്ടൊന്ന് കാലൊക്കെ നനയ്ക്കാൻ വേണ്ടി ബീച്ചിലേക്ക് ഇറങ്ങി. അങ്ങനെ അധികം ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഒന്നാമത് നമുക്ക് ഈ വണ്ടീൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ മറ്റേ ഡ്രസ്സൊക്കെ മാറ്റാനുള്ളതാണ്. ഇവരൊക്കെ വൈറ്റ് തന്നെയാണ് കേട്ടോ. ഞാനും ഏട്ടനും ആദ്യം മാത്രമേ ഉള്ളൂ ചേഞ്ച് ചെയ്യണത്. ബാക്കിയുള്ളവരൊക്കെ വൈറ്റ് തന്നെയാണ്. അപ്പോൾ ഇവർ കുറേ നേരം ഇങ്ങനെ നല്ല തിരയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു. വെള്ളത്തിൽ ഇറങ്ങിയാലൊക്കെ ചിലപ്പോൾ നല്ല ഭംഗിയുള്ള ഫോട്ടോസ് കിട്ടുമായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അടുത്ത ലൊക്കേഷൻ. നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി വന്നു. ആദ്യം ഏട്ടനും സെയിം ആണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് ഞാൻ കഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തെടുത്ത ഡ്രസ്സാണ്. അത് ഒരുമിച്ച് കിട്ടിയത് ആദ്യം ചെന്ന ഉടനെ തന്നെ ട്രെൻഡ്സ് എന്നാണ് തോന്നുന്നു കറക്റ്റ് സൈസിൽ ആദ്യമായിട്ടാണ് ഇത്ര ഭംഗിയിൽ ഷർട്ട് കിട്ടുന്നത്. കറക്റ്റ് സൈസിലാണ് ഷർട്ട് കിട്ടിയത്. ആ ഒരു സൈസും പിന്നെ വേറൊരു സൈസും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വിചാരിച്ചൊരു പിങ്ക്. ഏട്ടന് പിന്നെ നമ്മളൊന്ന് കറങ്ങേണ്ടി വന്നു. ഒന്നാമത് ഏട്ടൻ്റെ സൈസും പിന്നെ ആ ഒരു കളറും അങ്ങോട്ട് സെറ്റ് ആവുന്നുണ്ടായിരുന്നു. ടീഷർട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈറ്റ് ഓൾറെഡി നമ്മൾ ടീഷർട്ടിലല്ലേ ചെയ്ത്, അപ്പോൾ ഈ കോസ്റ്റ്യൂം എന്ന ഷർട്ടിലായിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ അങ്ങനെ കഷ്ടപ്പെട്ടാണ് സെലക്ട് ചെയ്തെടുത്തത്. എൻ്റെ ഡ്രസ്സ് പിന്നെ മാക്സും ഏതെന്നോ ഞാൻ ഓൺലൈനിൽ നിന്ന് എടുത്തതാണ്. മിന്ത്രയെന്നാണ് തോന്നുന്നു കേട്ടോ. മിന്ത്രയിൽ നിന്ന് ഓൺലൈനിൽ എടുത്ത ഡ്രസ്സാണ്. നല്ല സുഖമാണ് ഇടാൻ കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡീറ്റെയിലിങ്ങും ഇല്ല ഡ്രസ്സിന്. നല്ലൊരു സിമ്പിൾ ഡ്രസ്സ്. അപ്പോൾ അവിടുത്തെ ഫോട്ടോഷൂട്ട് പിന്നെ നമ്മൾ വേഗം തീർത്തു കേട്ടോ. കുറേ പ്രോപ്പർട്ടീസൊക്കെ വെച്ചിട്ട് എടുക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വേഗം തീർത്തു. കാരണം അവിടെ ഇതുപോലെ തിരക്ക് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല സ്ഥലം കേട്ടോ. അങ്ങനെ അധികം സ്ഥലമൊന്നുമില്ല. അതിൻ്റെ അപ്പുറത്ത് കുട്ടികൾ കളിക്കാനൊരു കുഞ്ഞി പാർക്കൊക്കെ ഉണ്ട്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേഗം ഒരു 10:30 ഒക്കെ ആയപ്പോഴേക്കും 10:30 10:45 ആയപ്പോഴേക്കും നമ്മുടെ ഷൂട്ട് കാര്യങ്ങളൊക്കെ തീർന്നു. ആദ്യമായിട്ടാണ് നമ്മൾ പോയിട്ട് അത്ര നേരത്തെ എല്ലാ പരിപാടിയും കഴിയുന്നത്. അപ്പോൾ ആദ്യക്കൂട്ട് എന്താ ക്ഷീണിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചില്ല. എനിക്കും നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. കാരണം പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടി പോരണം ഫുഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ. എല്ലാവരും വിശന്നുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തീർക്കാമെന്നുള്ള. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെയും ലേറ്റ് ആവും. അപ്പോൾ ഭയങ്കരമായിട്ട് വെയിൽ വരും. അപ്പോൾ പിന്നെ നമ്മൾ അതിന് നിന്നില്ല. അതുകൊണ്ട് നമ്മൾ വേഗം കത്തിച്ച് മിന്നി പോകുന്നു. പിന്നെ നമ്മൾ പെരിന്തൽമണ്ണ എത്തിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. പെരിന്തൽമണ്ണ എത്തിയപ്പോഴേക്കും ആദ്യമൊക്കെ ക്ഷീണിച്ച് കിടന്നുണ്ട് കേട്ടോ. എന്നാലും വാശിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഏറെക്കുറെ 11:30 12 ആയിരുന്നു തോന്നുന്നു. അപ്പോൾ നമ്മൾ ബിരിയാണിയോ അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞത്. ബിരിയാണി പൊറോട്ട ചിക്കനോ അങ്ങനെ എന്തൊക്കെയാണ് കഴിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വേഗം ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് പിന്നെ അങ്ങനെ നമ്മൾ പിന്നെ വേറെ എവിടെയും പോയില്ല. നമ്മൾ വേഗം വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.